തീരത്ത് വീണ്ടും കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണല്ലോ. ഷിനാസ് തുറമുഖത്തോട് ചേർന്ന് MT ജൽവീർ എന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായെന്ന് പറയുന്നു. ഒമാൻ റോയൽ നേവിയുമായി ചേർന്ന് ജീവനക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നതുകൂടി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അത് ഇന്ത്യൻ കപ്പലാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. ഇന്ത്യക്കാരാണ് ആ കപ്പലിലുള്ളത് എന്നതൊക്കെ നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അനുജ, ഇന്ന് മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ, മോട്ടോർ ടാങ്കർ ജൽവീറിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പലിൽ 20ഓളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ കൃത്യമായ എണ്ണം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. തുടർന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതായി ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒമാൻ നാവികസേനയുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നും അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കും എന്നുമാണ് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. ശരി, MT ജൽവീർ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. അത് അടുത്ത ആക്രമണം എന്ന രീതിയിലേക്കാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.